ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ ഇറാന് വീണ്ടും മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്ക നൽകിയ സാവകാശം 48 മണിക്കൂർ കൂടി മാത്രമെന്ന് ട്രംപ്. വഴങ്ങിയില്ലെങ്കിൽ ഇറാന്റെ മേൽ ദുരിത പെരുമഴയെന്നും മുന്നറിയിപ്പ്. ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് മെറിൻ മേരി ചാക്കോ ചേരുന്നു. മെറിൻ, ട്രംപ് വീണ്ടും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഇറാന് ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? ദിലീപ് കുമാർ, പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമായി തുടരുമ്പോൾ ഒരു മാസമായി രൂക്ഷമായി തുടരുമ്പോഴും ഇപ്പോൾ ഇറാന്റെ മേൽ പുതിയൊരു മുന്നറിയിപ്പുമായാണ് ഇപ്പോൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുന്നത്. സമാധാന കരാറിലെത്താനോ അല്ലെങ്കിൽ ഹോർമുസ് കടലെടുക്ക് തുറക്കാനോ 48 മണിക്കൂറുകൾ മാത്രമാണ് ഇനി നിങ്ങളുടെ മുമ്പിൽ അവശേഷിക്കുന്നത്. ഈ അന്ത്യശാസനങ്ങളെല്ലാം തള്ളിക്കളഞ്ഞാൽ വലിയൊരു ദുരിത മഴയായിരിക്കും, അല്ലെങ്കിൽ ദുരിത പെരുമഴ തന്നെയായിരിക്കും നിങ്ങളുടെ മേൽ വർഷിക്കപ്പെടുക എന്ന് തന്നെയാണ് ഇപ്പോൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. മാർച്ച് 26-ന് ശേഷം 10 ദിവസത്തേക്ക് ഇറാന്റെ ആണവ കേന്ദ്രം അല്ലെങ്കിൽ ഇന്ധന കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണം നിർത്തിവെക്കുന്നതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ആ ദിവസം അവസാനിക്കാൻ 2 ദിവസം മാത്രം ശേഷിക്കെയാണ് ഇപ്പോൾ വീണ്ടും ട്രൂത്ത് സോഷ്യലിലൂടെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഒന്നുകിൽ കരാറിലെത്തുക, കരാർ വ്യവസ്ഥകൾ അംഗീകരിക്കുക, അല്ലെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ ഹോർമുസ് കടലെടുക്ക് തുറക്കണമെന്ന് തന്നെയാണ് ട്രംപ് ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം. നേരത്തെ ട്രംപിന്റെ നിലപാടെന്ന് പറയുന്നത് ഹോർമുസ് കടലെടുക്ക് അത് ഉപയോഗിക്കുന്നവർ തുറക്കട്ടെ, അല്ലെങ്കിൽ ആ കാര്യങ്ങളെല്ലാം അവർ ചെയ്യട്ടെ എന്ന് തന്നെയായിരുന്നു ട്രംപിന്റെ നിലപാട്. എന്നാൽ അതിന് വ്യത്യസ്തമായി ഇപ്പോൾ ഒരു അന്ത്യശാസനം തന്നെയാണ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഇന്നുണ്ടായ ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത് ഇസ്രായേലും അതേപോലെ തന്നെ അമേരിക്കയും ഇറാന്റെ ബുഷഹർ ആണവ നിലയത്തിന് നേരെ ആക്രമണം നടത്തിയിരുന്നു. അതിൽ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടെന്നുള്ള വിവരം ഇറാൻ ന്യൂസ് ഏജൻസി സ്ഥിരീകരിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ ബുഷഹർ എന്ന് പറയുന്നത് ഇറാനിലെ പ്രവർത്തനക്ഷമമായിട്ടുള്ള ഒരേ ആണവ നിലയമാണ്. അവിടെ കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല എന്ന് ഇറാന്റെ ആണവോർജ ഏജൻസി തന്നെ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. എന്നാലും ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇപ്പോൾ സംഘർഷം രൂക്ഷമായി തന്നെ തുടരുന്ന സാഹചര്യമാണുള്ളത്. അതേസമയം പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ നടക്കുന്ന സമാധാന ചർച്ചകളിൽ നിന്ന് ഇറാൻ പിന്മാറി എന്നുള്ള വാർത്തകളും ദ വാൾ സ്ട്രീറ്റ് ജേർണൽ പുറത്തുവിട്ടിരുന്നു. എന്നാൽ ആ വാർത്തകളെല്ലാം തന്നെ പാകിസ്ഥാൻ തള്ളി രംഗത്തെത്തിയിട്ടുണ്ട്. അത്തരമുള്ള വാർത്തകളെല്ലാം തന്നെ ഭാവന സൃഷ്ടിയാണെന്നാണ് പാകിസ്ഥാന്റെ വാദം. എന്തായാലും പശ്ചിമേഷ്യയിൽ സംഘർഷം ഒരു മാസത്തിലധികമായി രൂക്ഷമായി തന്നെ തുടരുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 48 മണിക്കൂറിനകം ഹോർമുസ് കടലെടുക്ക് തുറക്കണമെന്ന് തന്നെയാണ് ഇപ്പോൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ദിലീപ് കുമാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.